See, wow, it's a nice view, guys. ഇവിടെ ഈ മൗണ്ടൻസ് ബീച്ച് से we have this walkway. നമ്മൾ walkway നടന്ന് we are going. ഈ ഒരു സ്ഥലത്തോട് കൂടെ നിർത്തും കാരണം ഇതാണ് one of the main sulfur. Hello ladies and gentlemen, welcome back to our channel, our happy face. അപ്പോൾ ഇന്നൊരു സൺഡേ രാവിലെ today we thought to do something adventurous and go for hiking. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ പോവാ, ബാഗൊക്കെ എടുത്തു. വി ഹാവ് സം ഡ്രിങ്ക്സ് ആൻഡ് ഓൾ, എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. എത്ര ഹൈക്കിങ്ങിന് പോകുമെന്ന് അറിയത്തില്ല, ബട്ട് വി ആർ ഗോയിങ് ടു ഏതാ പ്ലേസിന് പേര്? വാദി ഫുൾ പേര് അറിയില്ല. അപ്പം സൾഫർ പൂളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ ഐ ജസ്റ്റ് ലെറ്റ് യു നോ ദി എക്സാക്ട് പ്ലേസ് നോക്കിയിട്ട്. സോ ദാറ്റ് ഈസ് വെയർ വി ആർ ഗോയിങ് ടുഡേ. ആർ യു റെഡി? യെസ്, ഓൾറെഡി ഭയങ്കര ലേറ്റായി. 6 o'clock പറഞ്ഞിട്ട് ഇപ്പോൾ 7 o'clock. ഞാൻ പറഞ്ഞ എണ്ണിക്കുന്ന ഓക്കെ, വെയിൽ കൊള്ളാൻ റെഡി ആയിട്ട് ഞങ്ങൾ പോണത്. ഞങ്ങൾ പ്രൊട്ടക്ഷനൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. So guys, we are all set. രണ്ടുപേരെ പിക്കപ്പ് ചെയ്യണം. അല്ല, അവര് ഞങ്ങളെ പിക്ക് ചെയ്യാറുള്ളവരാ. ഞങ്ങൾ അവിടെ എത്തുന്നത് സമയത്താ. I think that was a bad idea. അവര് തന്നെ നമ്മളെ പിക്ക് ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് ഈ വഴിയല്ല, നമ്മൾ ആ വഴിയെ പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വാദി അജാലി നാച്ചുറൽ സൾഫർ പൂൾസ് ആൻഡ് ഇറ്റ്സ് ഇൻ ഫുജേറ, UAE. സോ ഇവിടുന്ന് ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന അജ്മാനിന്ന് ഒരു 1 hour is what we are thinking it should be. 1 hour കാണിക്കുന്നത് ഇപ്പം. സോ ഹോപ്പ്ഫുള്ളി വിൽ റീച്ച് ഇൻ ടൈം. ആൻഡ് അവിടെ ഹൈക്കിംഗ് ട്രെയിൽസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. സോ വിൽ ഡു ദാറ്റ് ആൻഡ് കം ബാക്ക്. മനുഷ്യന്മാര് നേരം വണ്ടി ഓടിച്ച് പോണ നേരത്താണ് അവളുടെ ഒരു വർത്താനം. കണ്ട, കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളൊക്കെ കളിക്കണൊക്കെ അവിടെ. ഹാറ്റ്സ് ഓഫ് ടു ദം. ഇത്രയും ഡെഡിക്കേഷൻ്റെ കൂടെ കളിക്കുന്ന അപ്പൊ നമ്മൾ പോണതോ during the summer. No, they play every day, no, like at least every Sunday, no? Every Sunday. Means they are so crazy about this. അതൊക്കെയാണ് മക്കളെ നമുക്ക് ഈ cricket പ്രവാസി and sports, no? അല്ല, അങ്ങനെയും പറയാം. ഒരു പ്രവാസി ജീവിതത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു രസം, ഒരു enjoyment. എല്ലാ ദിവസവും ജോലിയും കാര്യങ്ങളായി വന്ന് ഒരു ദിവസം വീക്കെൻഡ് കിട്ടുമ്പോ രാവിലെ എണീറ്റ് പോയി കളിച്ച് വൈകിട്ട് കുളിച്ച് നല്ലൊരു ബിരിയാണി അടിച്ച് TV കണ്ട്, അങ്ങനെയാണ് ലൈഫ്. അതായത് വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഒരു നല്ല ബിരിയാണി കഴിക്കും. എന്നിട്ട് ഒരു സിനിമ കാണും, ഒന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. വൈകിട്ട് എനിക്ക് ഒന്നും കൂടി നല്ലത് എന്തെങ്കിലും കഴിക്കും. എന്നിട്ട് വീണ്ടും ഒരു സിനിമ കാണും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പണിക്കും. അതാണ് ഞങ്ങൾ ചൈന മാളിന്റെ അവിടെ റൗണ്ട് അബൌട്ടിന്റെ അടുത്ത്, ഓഫീസിന്റെ അടുത്ത് ചൈന മാള്. എന്താണ് ലേറ്റ് ആക്കണം നിങ്ങള്? ആരെയും നേരം വൈകില്ല. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോ വിളിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഗായ്സ്, 1/2 മണിക്കൂർ നേരത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിവിടെ നേരത്തിനെത്തി. ഇതോ റിയാസ് ഡ്രൈവറും പിന്നെ എങ്ങനെ 6 മണിക്ക് ഇറങ്ങുന്നു, 6 മണിക്ക് ഇറങ്ങും, 7 മണിക്ക് നമ്മൾ എത്തും. 8 മണിയാകുമ്പോ നമ്മള് ഹൈക്കിങ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തും. മാക്സിമം 8:30 തൊട്ടിട്ട് നമ്മള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ 9 മണിയാകുമ്പോൾ തിരിക്കണം, ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഇതിലിപ്പോ ഉണ്ടാവാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏകദേശം ഫുജേറ വരെ ഡ്രൈവ് ചെയ്യും. അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കും, തിരിച്ചു പോരും. അപ്പൊ ഫോട്ടോഷൂട്ട് അടുത്തയച്ച. ഞങ്ങളിതാ എത്തി. പക്ഷേ സംഭവം അങ്ങോട്ട് പോവാ. വഴി ഇത് ഇവിടെ ഞങ്ങക്ക് മാപ്പിൽ കാണാനുണ്ട്. അവനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ, കണ്ടാ. പക്ഷെ ഇനിയിപ്പോ എങ്ങനെ അങ്ങോട്ട് കടക്കുക? ആ പോണു മക്കളെ, ഒരു വണ്ടി പോണ്ട്. അതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ കടന്നു. തന്നെ ഇതാ ഹൈക്കിങ്. നമ്മള് വണ്ടിയിലെ വളർന്ന ഹൈക്കിങ് ഇങ്ങോട്ട് പാടാ.
ഹൈക്കാൻ ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കുന്ന ഇതാ നമ്മുടെ വണ്ടി. ഭാഗ്യം എന്റെ വണ്ടി എടുക്കാതിരുന്നു. ഞാൻ ചേർന്ന് നിർത്തി. സഫാരി ഇത് കണ്ട കുലുക്കല്ലട അങ്ങനെ. ആ ലെഫ്റ്റ് കയറി, ലെഫ്റ്റ് നിർത്തട. അങ്ങോട്ട് കുഴിയടാ, കുഴി. ഇവിടെ എന്താ അയാളിപ്പോ എന്തെങ്കിലും നിന്ന് നിർത്തി, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ആദ്യം ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ സ്ഥലം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ പറയാം. രസപാടാ. ഓൾ ദി ബെസ്റ്റ്. ഇതന്നെ സ്ഥലം. വണ്ടിയുടെ ചാവി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടെ ഇൻ കേസ്. ഇതോ ഞങ്ങള് ഇവിടെ ഇറങ്ങി. ഇത് തന്നെ സ്ഥലം അല്ല റിയാസ? ഇത് തന്നെയാണ്. കണ്ടോ, ഇതിങ്ങനെ ഒരു രസമുണ്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇതാ കാണുന്നു സൾഫർ പാടം. നോക്ക്, കണ്ടോ? സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദി അഡ്വെഞ്ചർ. നമ്മൾ പോകുന്നത് ഇപ്പം സൾഫർ പൂൾ. ലെറ്റ്സ് ഗോ. സമയം തേന കറക്റ്റ് 8:30. ഞങ്ങൾ 7 മണിക്ക് ഇവിടെ എത്തും എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ബട്ട് 1.5 മണിക്കൂർ നമുക്ക് ചെറുതായിട്ടൊന്ന് പണിപാടി. എന്തായാലും ട്രക്കിംഗ് സ്റ്റാർട്ട്സ് നൗ. See, wow, it's a nice view, guys. നോക്ക്, amazing. അവിടുത്തെ വീടുകളൊക്കെ നോക്ക്, അവർ റോഡും മലകളുടെ സൈഡിലുള്ള ഒരു മൗണ്ടൻ്റെ സൈഡിലുള്ള വീടും കാര്യങ്ങളും കൂടി വരുമ്പോൾ ഇറ്റ്സ് സൂപ്പർ. നമ്മൾ ഹൈക്കിങ്ങിന് വരുമ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, പ്രോപ്പർ വഴിയുള്ളവർക്കൂടെ പോവുക. നമുക്ക് പ്രോപ്പർ വഴി എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അതിൽ കൂടെ അങ്ങ് നടന്നാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് നൈസ് വ്യൂ. ഒരു നല്ലൊരു ഡേറ്റ്സ് ഫാം ഉണ്ട് ഇവിടെ എന്തോ വർക്ക് നടക്കുന്നു. അതൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താഴെ വീഴും. കണ്ടോ, ചെറിയൊരു വാക്ക് വേ പോലെ കാണാനുണ്ട്. ആൾക്കാർ ഈ എന്താ പറയുക, ട്രക്കിങ് ട്രയലിനൊക്കെ പോയിട്ടുള്ളതാണ്. ഇവിടെ ഈ മൗണ്ടൻസ് ബീച്ച് സെ വി ഹാവ് ദിസ് വാക്ക് വേ. അപ്പം നമ്മൾ വാക്ക് വേയിൽ നിന്ന് നടന്ന് വി ആർ ഗോയിങ്. എങ്ങനെയുണ്ട് മാമു ഇവിടുത്തെ കാഴ്ചകളും? It's good, not bad. ആദ്യത്തെ ഹൈക്കിംഗ് അല്ല. Yeah. So you are going to enjoy the hiking and this super duper cool. എങ്ങനെയുണ്ട്? മാറി നടന്നോ കാണാൻ? 160 meter ടു സൾഫർ പൂളോ? സൾഫർ പൂൾ അല്ല, ഇതൊരു ഹൈക്കിംഗ് ട്രാക്കാണ് ഇത് ശരിക്കും. അപ്പോൾ ഇത് അവരോരോ മൈൽസും ഓരോ കിലോമീറ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ സ്പോട്സ് ബേസിക്കലി. ഇത്ര ഡിസ്റ്റൻസും കൂടെ പോവാൻ. പക്ഷെ ആൾക്കാരുണ്ട്, വരുന്നുണ്ട് ഈ ടൈം. ഹൈക്കിങ്ങിന്റെ അല്ല, കാരണം ചൂട് തുടങ്ങിയില്ല, കുറച്ചും കൂടി തണുപ്പാവുമ്പോഴാണ് ശരിക്കും തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ഒക്കെ കണ്ടോ. ഇവിടെ ഒരു വാട്ടർ ബോഡി, ചെറിയൊരു വാട്ടർ ബോഡി ഒക്കെ കാണാം. അരുവി. എനിക്ക് തോന്നുന്നത് ആ പൂളിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന വെള്ളാന്ന് തോന്നുന്നു. എന്തായാലും സ്ട്രെയിറ്റ് പോകുമ്പോൾ നമുക്കവിടെ ഒരാള് പണി എടുക്കുന്നുണ്ട്. അപ്പോൾ ആളോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം എന്താണെന്ന്. അല്ലേ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡേഞ്ചറസ് ഹൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള റോഡുകളാണ് എന്ന് വെച്ചാൽ അത്ര ഡേഞ്ചറസ് ഒന്നും ആവില്ല. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രാസ്ത കേസ് ആപ്സി യോജന. കാരണം ഇതിപ്പോ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. ചില ഹൈക്കിങ്സിൽ വാക്ക് വേ ഉണ്ടാവില്ല. നമ്മൾ വേറെ വഴിയൊക്കെ ട്രക്ക് ചെയ്ത് പോകേണ്ടി വരും. അതൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. ബട്ട്
രസമാണ് അങ്ങനെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു പോകട്ടെ. കാരണം ഇതിൽ 2-3 പോണ്ട് ഉണ്ട്, പൂൾസ്, സൾഫർ പൂൾസ്. അപ്പൊ അത് എവിടെയാണെന്ന് ഇങ്ങനെ ആർക്കും അറിയില്ല. ഒരു വഴിയുണ്ട്, അത് ഇവിടെ പോകുന്നു, അത്ര തന്നെ. We are here finally. കാണിക്കട്ടെ. This is the sulfur pool. This is the sulfur pool. ഇതിനാണോ നമ്മൾ മമ്മു Yes. ഇതിനാണോ നമ്മൾ അവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നത്? നോക്കാം എന്തായാലും. വായ കുറച്ചും കൂടി മുന്നിലേക്ക് പോയി But in the നോക്കാം. photos also it was small only. I was But expecting. it's not this much small. Uh-huh. കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ Thank you. ഇപ്പൊ തന്നെ മുന്നിലേക്ക് പോകേണ്ടി വന്നായിരുന്നു. സൗണ്ട് ഒക്കെ കേട്ടില്ലേ? ഇതിങ്ങനെ കേറി മോമോ ഇത് പറ്റുമോ? നിനക്ക് കേറുമോ നീ? എനിക്കറിയത്തില്ല. കം കുഴപ്പമില്ല, ഇത് സ്റ്റെപ്പ് ആയിട്ട് വരും. Done, well done. You did it. Where are we going? അവരങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ടുണ്ട്, റിയാസും രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കി നോക്കാം. ആഹാ, ശരിക്കും ഇതിൽ കുറേ തട്ടായിട്ട് വെള്ളങ്ങൾ നിൽക്കുകയാണ്. ചെറിയ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ ജമ്പ് ചെയ്ത് വരികയാണ്. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ഓരോ ചെറിയ സ്ഥലങ്ങൾ, അതിലൊക്കെ ഓരോ ഉറവുണ്ട്. വെള്ളം ഇങ്ങനെ കുറേശ്ശെ വരും. ഉറവ് മീൻസ് വാട്ടർ സോഴ്സ്, പാറയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാട്ടർ സോഴ്സ്. ഇതില് മീനുണ്ട് കേട്ടോ. കണ്ട ചെറിയ മീനുകളുണ്ട് അല്ലേ മമ്മു? കണ്ട ആ ഭാഗത്തൊക്കെ കാണാം. നമുക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല വീഡിയോയില്, എന്നാലും ചെറിയ കണ്ട അവിടെയൊക്കെ കാണാം. ഈ മുക്കിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? ഞാൻ അറിയുന്നത് ഈ മീനൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നത്? ഇതിലുണ്ടാവണ്ട മീൻ. ഡ്രൈ സ്റ്റോൺ, ആ ഇതിൽ ചവിട്ടി ഡ്രൈ സ്റ്റോണിൽ, അതിൽ രണ്ടിലും ചവിട്ടിങ്ങിട്ട് വരാം. മോമോ സ്റ്റോൺ. ये वाला? हाँ यार ये फिसलता है. ഇങ്ങ് പോന്നൂട്. ഇത്ര പേടിച്ച് നിന്നാൽ നമ്മൾ ട്രക്കിങ്ങിന്റെ ലോജിക്സിൽ നമുക്ക് കൈ തന്നിട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഇല്ല. എങ്ങനെയുണ്ട് മമ്മു ഹൈക്കിംഗ്? ടയേർഡ്. ഓൾറെഡി ഹാഫ് ആൻ അവർ ആയി. എൻ്റെ സൗണ്ട് എന്ത് പറ്റി? ഓൾറെഡി ഹാഫ് ആൻ അവർ ആയി. ഹാഫ് ആൻ അവർ ആയിട്ടുള്ളോട്ടാ. പക്ഷെ രസമുണ്ടല്ലോ, ഒരു ജസ്റ്റ് ഒരു വീക്കെൻഡ് വന്ന് പോവാ. ചൂടില്ല. അതാണ് എന്റെ മെയിൻ കേസ്. ചൂട് കുറവുണ്ട്. കുറച്ചും കൂടി സമയമായി കഴിഞ്ഞാൽ നല്ല ചൂടാവും. അപ്പൊ ഇത്ര രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവര് നമ്മുടെ മുന്നിൽ പോയിരുന്ന 2 കപ്പിൾസ് നേരെ പോയിട്ടാ. അവര് എവിടേക്കോ എന്തോ കണ്ടിട്ടാണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിത് ഹൈക്കിങ് അവസാനിപ്പിച്ചു അല്ലേ മമ്മു? ഇറങ്ങാ നല്ല വീട്ടിൽ പോണതിന്റെ സന്തോഷം. നടന്ന് കയറിയതല്ലേ, അപ്പൊ അതുണ്ടാവും. അത് കറക്റ്റാ. എങ്ങനെ ഇറങ്ങി പോകുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഹൈക്കിങ്ങും നമ്മൾ വീഡിയോസിൽ കണ്ട അത്ര ഒരു എഫക്റ്റ് തോന്നിയില്ല കേട്ടോ, അല്ലേ മമ്മു? ഐ തിങ്ക് അത് വേറൊരു സ്ഥലമായിരിക്കും. കാരണം ഇതൊരു ചെറിയ ഒരു 2 പൂളല്ലോ. പക്ഷെ അതിന്റെ ഏരിയയിൽ ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടാവാത്ത. കണ്ട ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് നോക്കാൻ നല്ല ഭംഗിയുണ്ട്, കാണാനുള്ള ഭംഗി. കണ്ട വാവ്, ആ താഴെ ആ ഒരു ചെറിയൊരു കണ്ട. ഓ ഇറ്റ്സ് നൈസ്. വന്നവരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സാ. നമുക്ക് ആ ഒരു ചെറിയൊരു പൂൾ അവിടെ കാണുമ്പോൾ എടുക്കാറിയില്ല. അതെ ഞങ്ങളുടെ ആരുടെയും ഫോട്ടോഗ്രാഫിയിലുള്ള ലേണേഴ്സ് കഴിഞ്ഞിട്ടില്ല, അങ്ങനെയല്ലേ പറയുന്നേ? ഫോട്ടോഗ്രാഫി ഗോയിങ് ഓൺ. അത് പൊളിച്ച് ഒരു DSLR ഉണ്ട്, 4 ആൾക്കാരും. ഇങ്ങോട്ടേ നമ്മൾ കണ്ടതും സൾഫർ പൂളാണ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും സൾഫർ പൂൾ. കണ്ട ഇതിന്റെ കളർ കണ്ട, വൈറ്റ് കളറായിട്ട് നിൽക്കുന്നത്. കൈൻഡ് ഓഫ് ഐസ് ബ്ലൂ കളർ. Ice blue color. This is the exact one, I guess. Right? ഇത് കാണാണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നു. ഈ വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയി ഇതോ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ കാണിച്ചു തരാം.
ഇത് നോക്ക്, വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതാണ് വൺ ഓഫ് ദി മെയിൻ സൾഫർ പോണ്ട്. ഇതാണ് ആദ്യം കാണുക കേട്ടോ നമ്മൾ വന്ന വശം. ഇതാണ് നല്ല ഭംഗിയുണ്ടാവും. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടാവും. അങ്ങനെ ഇതൊക്കെ തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ഓരോ തട്ടുകളിൽ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവള് പറഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവള് ട്രാപ്പ് ആയിട്ടുണ്ട്. ആ വേണ്ട, എൻ്റെ പൊന്ന് വന്നപ്പോൾ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ വഴിയില്ല. അങ്ങനെ എല്ലാവരും നടന്ന് ക്ഷീണിച്ച് ഒരു വിധായി അല്ലേ? എന്തല്ലേ ഹൈക്കിങ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? പൊളി തന്നെ. വരാം, പക്ഷെ പിള്ളേരായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമല്ല, കാരണം കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ വേണം പോകാൻ. ഞങ്ങൾ ഹൈക്കിങ് കഴിഞ്ഞപ്പോൾ നേരെ അവിടുന്ന് ഇറങ്ങി അല്ലേ? ഇനി ഫുഡ് അടിക്കണം മക്കളെ, ഫുഡ് അടിക്കണം. രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. എന്ന് വരുമ്പോൾ പറഞ്ഞത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് കഴിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. നേരെ ഇതിപ്പോൾ നല്ലൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടുന്ന് വയറ് നിറച്ച് എന്തെങ്കിലും പാകിസ്ഥാനി. പ്ലീസ്. യെസ് സാർ. ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ എഫക്റ്റ് ഇല്ല. അയാൾ 1 പറയും, ഞങ്ങൾ 2 പറയും. അയാൾ 3 പറയും, ഞങ്ങൾ 4 പറയും. ഇവൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തപ്പോൾ ഇവിടെ നടക്കണേന്ന് ചോദിച്ചിട്ട്. റിയാസ് പിന്നെ അഭിപ്രായം പറഞ്ഞു അത് നടക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഫുഡ് എത്തിയിട്ടുണ്ട്. കീമെത്തി, ദാലെത്തി, പൊറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പറഞ്ഞ ഫുഡുകൾ. ഇത് ദാൽ, ഇത് നല്ല രസമുള്ള സാധനം. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനി കടയിൽ നിന്ന് കഴിക്കുമ്പോൾ സൂപ്പറാണ്. ഇത് നമ്മുടെ കീമ. ഇത് ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമ്മൾ ആദ്യത്തെ ബൈറ്റ് എടുക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ചപ്പാത്തി അത് കാണിച്ചില്ലേ? ചപ്പാത്തി. ദിസ് ഈസ് ചപ്പാത്തി ഗൈസ്. ഇത് പൊറാട്ട അല്ല, ചപ്പാത്തി. ഇത് ചപ്പാത്തി എന്നെ പറ്റിക്കുള്ളൂ. ഇത് ചപ്പാത്തി. ഇനി അപ്പുറത്ത് ഇത് പൊറോട്ട. ഇത് പൊറോട്ട. എനിക്ക് തോന്നുന്നത് ഇതാവും നന്നാവുക. ഇതാവും നന്നാവുക. എന്തായാലും ചായ മാറ്റി വെച്ചിട്ട് ആദ്യം ഞാൻ പൊറോട്ട എടുത്തു. ദാലിനെ തുടങ്ങാം. ഇതിനെ എടുത്തു. ദാല് പേസ ബീഫ്. ഇതിലൊക്കെ മട്ടൻ്റെ എന്തോ ഒഴിക്കും അവർ. ബട്ടറും എനിക്ക് തോന്നുന്നു ആ ഒരു മട്ടൺ ഫ്ലേവർ വരും എപ്പോഴും ഈ പാകിസ്ഥാനി കടയിൽ നിന്ന് കഴിക്കും. എന്തായാലും സൂപ്പർ. ഞങ്ങൾ ഇനി ഇത് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇനി ഞങ്ങൾ അടുത്തത് ഓർഡർ ചെയ്തിട്ട് വീണ്ടും കഴിച്ചിട്ട് ഞങ്ങൾ വരാം. സോ അങ്ങനെ ഞങ്ങൾ ഇത് സയാമീസ് ഇരട്ടകളോ പുഷ്. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് പാകിസ്ഥാനി റൊട്ടി, പിന്നെന്താ മട്ടൻ കീമ 2 എണ്ണം, പൊറോട്ട. സൂപ്പറായിരുന്നു കേട്ടോ. ഈ പാകിസ്ഥാനി ഫുഡുകൾ എപ്പോഴും കഴിക്കുമ്പോൾ എനിക്കും ഇഷ്ടം. നല്ല പ്രത്യേകിച്ച് ഒരു നോൺ വെജ് കേട്ടോ. ദാല് സൂപ്പറാണ്. ഈ നോൺ വെജ് വേറെ, പിന്നെ പ്രത്യേകിച്ച് ഒരു ദാല് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ അതൊരു ടേസ്റ്റ് അല്ല. അത് അങ്ങനെ ഒരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ റെസ്റ്റോറൻറ്റിൽ കയറി. പൊടിക്കാറ്റല്ല, ചുഴലിക്കാറ്റ്. എൻ്റെ അമ്മ നോക്ക്, ക്രോസ് ചെയ്ത് പോണത്. എൻ്റെ അമ്മ കഴിഞ്ഞു. I think only. That's just thinking. Okay. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, തിരിച്ചു പോവായി. ഇനി വീഡിയോ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. സോ സൺഡേ ഒരു നല്ലൊരു ദിവസമായി. ആ പറഞ്ഞ സാധനങ്ങൾ സൂപ്പറാക്കി നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye.